മംഗലശ്ശേരി നീലകണ്ഠനും മുണ്ടക്കൽ ശേഖരനും തങ്ങളിലുള്ള ഒരു ഗ്യാങ് വാർ. അതായത് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കരക്കാർ തങ്ങളിൽ, പ്രത്യേകിച്ച് രണ്ട് അമ്പലങ്ങളുടെ കരകൾ. ഒന്ന് മുണ്ടക്കൽ എന്ന് പറയുന്ന അമ്പലവും ഏഴിലക്കര എന്ന് പറയുന്ന അമ്പലവും തങ്ങളിൽ. അതില് ആ രണ്ട് അമ്പലങ്ങളുടെയും പവർ ആരാണ് ഏറ്റവും വലുതെന്ന്, അതെ 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 സുപ്രീം പവർ. അതെ അതെ അതില് ഈ അമ്പലങ്ങളുടെ നടത്തിപ്പിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് കൂട്ടര്, രണ്ട് ഫാമിലി, പ്രത്യേകിച്ച് മംഗലശ്ശേരിയും മുണ്ടക്കലും. അപ്പൊ ഈ രണ്ട് കൂട്ടരും തങ്ങളിലുള്ള ഒരു ഗ്യാങ് വാറിന്റെ പ്രമേയത്തിൽ വന്ന ഒരു മൂവിയാണത്. ഇത് പറഞ്ഞപ്പോ തന്നെ സിനിമ ഏതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ലല്ലോ. അതെ അതെ. ഏത് സിനിമയായിരിക്കും? ദേവാസുരം. അപ്പൊ ആ ഒരു ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, അല്ലേ? മോഹൻലാലിന്റെ ക്യാരക്ടർ പ്ലോട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഓൾമോസ്റ്റ് കിരീടത്തിലെ മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ ആ പ്ലോട്ടും ദേവാസുരത്തിന്റെ ആ ഒരു ക്യാരക്ടർ പ്ലോട്ടും രണ്ടും ഒരുപോലെ അല്ലെങ്കിൽ പോലും ആ ക്യാരക്ടർ പോകുന്നത് ഭയങ്കര വലിയ വേരിയേഷൻസിൽ കൂടെയാണ്. ഇപ്പൊ ദേവാസുരത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനികനായ പിതാവിന്റെ മകനായിട്ട് ആണ് മോഹൻലാലിനകത്ത് പേര് വെച്ചിട്ട് അതെ ഒരു ഫ്യൂഡൽ അതെ അതെ ഒരു ഫ്യൂഡൽ മാടമ്പി ആയിട്ടൊരു താന്തോന്നി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മോഹൻലാലിന് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ആ ക്യാരക്ടർ പോകുന്ന ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കവേ ഫസ്റ്റ് ഹാഫിന് ശേഷം ഈ ക്യാരക്ടർ തിരിച്ചറിയുന്നു അത് സ്വന്തം പിതാവല്ലെന്ന്. അതിൽ മനം തന്നിരിക്കുന്ന ആ ക്യാരക്ടർ രണ്ടാമത്തെ പാർട്ടിൽ കാണുന്നത് ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ വേറൊരു വേരിയേഷൻ. അതാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ആ ഒരു പോസ്റ്ററിൽ തന്നെ അങ്ങനെ അസുരന്റെ വീര്യവും ദേവന്റെ ഭാവവും എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലാണ് ഈ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ മൂവിയിൽ ആ ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന ഒരു ഹൈപ്പിന്റെ ഒരു ലെവല് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സുഭദ്ര എന്ന് പറയുന്ന ഒരു വേശ്യാ റോള് കൈകാര്യം ചെയ്യുന്ന അവര് പോലും മോഹൻലാലിന്റെ ക്യാരക്ടർ ഹൈപ്പ് കൊടുക്കുന്നത് അഡോർ ചെയ്യുന്ന ഒരു ടൈപ്പ്. അതായത് നമ്മുടെ നെപ്പോളിയന്റെ മുണ്ടക്കൽ ശേഖരൻ വന്ന് പറയുമ്പോൾ തന്നെ അവരാ പറയുന്ന ഒരു പ്രസന്റേഷൻ രീതിയുണ്ട്. അതിൽ തന്നെ ഉണ്ട് ആ ക്യാരക്ടറിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ അങ്ങനെ ഈ മുണ്ടക്കൽ ശേഖരൻ അതുപോലെ തന്നെ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ, ശരിക്കും പറഞ്ഞാൽ മംഗലശ്ശേരി നീലകണ്ഠനെ ഫോക്കസ് ചെയ്ത് ചുറ്റുപാടുമുള്ള വ്യക്തികളെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന സിനിമയാണ് ശരിക്കും പറഞ്ഞ ദേവാസുരം എന്ന് പറഞ്ഞത്. അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ മാത്രമല്ല ബാക്കി എല്ലാവരെയും എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാ ക്യാരക്ടറിനെ എടുത്തെടുത്ത് ഇതാണ് എന്ന് പറയുന്ന വളരെ സിനിമകൾ വളരെ കുറവ് മലയാളത്തിൽ. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാവരും എടുത്ത് കാണിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒന്നൊരു ക്യാമിയോ അപ്പിയറൻസ് വരുന്ന പോലെ നമ്മുടെ പെരിങ്ങോടൻ, അതായത് നമ്മുടെ ഒടുവിൽ കൃഷ്ണൻ ചേട്ടന്റെ ആ ഒരു റോള് വരെ എത്ര ഡീപ്പായിട്ടാണ് എടുത്ത് കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെ. അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈമിലാണ് മൂവിയിൽ ഈ പെരിങ്ങോടൻ എന്ന് പറയുന്ന റോള് വരുന്നത്. ഒന്ന് ഫസ്റ്റ് ഹാഫില് ഈ പറയുന്നത് പോലെ എല്ലാം ഉണ്ട്, സമ്പത്ത്, സുഹൃത്തുക്കൾ, കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കവേ ആ ഹൈപ്പിൽ നിൽക്കുന്ന ആ ക്യാരക്ടറിനെ പെരിങ്ങോടൻ വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു രംഗവും. സെക്കൻഡ് ഹാഫില് പെരിങ്ങോടൻ പടിവാതിലിൽ വന്ന് നിന്ന് ആ കിടപ്പ് എനിക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പകരം അത് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഏറ്റവും മാസ്റ്റർ ക്ലാസിക് ആയിട്ടുള്ള ഒരു പോർഷൻ അവിടെയാണ്. വന്ദേ മുകുന്ദ ഹരേ എന്ന് പറയുന്ന ആ ഗാനരംഗം. ആ ഗാനരംഗത്തോടു കൂടി ഈ സുഹൃത്തിന് മോഹൻലാലിനോടുള്ള അഫെക്ഷൻ വളരെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്താൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു താന്തോന്നി എന്നല്ല, പക്ഷെ രണ്ടാമത്തെ ഹാഫ് തൊട്ട് വേറൊരു ലെവലിലോട്ട് ആ ഒരു ക്യാരക്ടർ പോകും. അതെ, ആ മൂവിയുടെ കുറച്ച് ക്ലാസിക് ആയിട്ടുള്ള രംഗങ്ങൾ അവിടെയൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു രംഗം, ഈ പറയുന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടർ പിഴപ്പ് പറ്റതാണെന്ന് അറിഞ്ഞ് അന്ന് രാത്രി വന്നതിന് ശേഷം അച്ഛന്റെ ഒരു വിന്റേജ് കാർ കിടക്കുന്ന ആ ഷെഡ് ഓപ്പൺ ചെയ്തിട്ട് ആ കാറിനോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അവിടെ ആ രംഗം എടുക്കുമ്പോൾ നമ്മുടെ ഭാനുമതി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് രേവതി ചെയ്ത ആ ഒരു ക്യാരക്ടർ ഇത് കാണുന്ന ഒരു രംഗമുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാനുമതിയെ പറ്റിയും പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഭാനുമതി, അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ റൈസ് ചെയ്യാൻ സെക്കൻഡ് പാർട്ടിൽ വീണ് കിടക്കുന്ന വ്യക്തി റൈസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഭാനുമതി തന്നെയാണ്. അപ്പൊ ഭാനുമതി ആദ്യം കൊണ്ട് ഒരു നീലകണ്ഠനെ ഉണ്ടല്ലോ, അതായത് ഭീഷണിപ്പെടുത്തി തന്റെ അവിടെ മേടയിൽ കൊണ്ടുവന്നിട്ട് നൃത്തം ചെയ്യിപ്പിക്കുന്ന ഒരു. അപ്പം അവർക്ക് ആ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ വ്യക്തി വെറും ഒരു രാക്ഷസനാണ്, അസുരനാണ്. പക്ഷെ രണ്ടാം ഭാഗത്തിൽ നിന്ന് അദ്ദേഹം മാറി ഒരു ദേവനായിട്ട് പിന്നീട് ആ ഭാനുമതിയും മംഗലശ്ശേരി നീലകണ്ഠനും തമ്മിലുള്ള ഒരു പ്രണയം അതില് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മൂവി നമ്മൾ പരിശോധിക്കുമ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അധപ്പതനം
ഈ ഭാനുമതിയുടെ ശാപത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ട് പറഞ്ഞു ഫസ്റ്റ് ആ ഒരു സീൻ. അതെ, അതായത് പറഞ്ഞു പറ്റിച്ച് ഏലക്കര അമ്പലത്തില് നൃത്തം ചെയ്യാൻ എന്നുള്ള രീതിയിൽ അതെ തന്റെ സുഹൃത്തുക്കളെ അപമാനിച്ചു വിട്ടതിന് പ്രതികാരമായിട്ട് മോഹൻലാല് ഈ പറഞ്ഞ മംഗലശ്ശേരി തറവാട്ടിന്റെ മുറ്റത്ത് വെച്ച് ഭാനുമതിയെ നൃത്തം ചെയ്യിക്കുന്ന രംഗമുണ്ട്. അപ്പൊ അതില് പുള്ളിക്കാരി അത്രയും, അത് പുള്ളിക്കാരിയുടെ ആദ്യത്തെ അരങ്ങേറ്റ നൃത്തം കൂടെയാണ്. പുള്ളിക്കാരി അത്രയും ഹൈറ്റ്സിൽ എത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആയി നിലനിൽക്കവേ മോഹൻലാലിന്റെ മുമ്പിൽ പെർഫോം ചെയ്യേണ്ടി വന്നതിൽ പുള്ളിക്കാരി ഈ ഡാൻസ് സെഷൻ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കൂത്തായിട്ട് പോയി എന്നുള്ള ഒരു അതെ മനസ്താവപ്പെട്ടിട്ട് ചിലങ്ക വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളുടെ നാശത്തിന് ശേഷം മാത്രമേ ഞാനിനി ചിലങ്ക കിട്ടുകയുള്ളൂ പറഞ്ഞിട്ട് ശപിച്ചിട്ട് പോകുന്ന ആ രംഗം, അതിന് ആ ഭാനുമതി പിന്നെ മോഹൻലാലിനെ പ്രണയിക്കുന്ന അതെ മോഹൻലാലിന്റെ സപ്പോർട്ടായിട്ട്, അതായത് മോഹൻലാൽ എന്നല്ല ശരിക്കും പറഞ്ഞ മംഗലശ്ശേരി നീലകണ്ഠൻ വളരുന്നതിന് ഒരു ഹേതുവായിട്ട് നിൽക്കുന്ന അത് കൂടിയാണ്. അങ്ങനെ ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോം ആയി വരുന്നതൊക്കെ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ സിനിമയിൽ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഒരു ക്രിഞ്ച് ഉണ്ടല്ലോ, അതായത് നായകനും നായികയും കണ്ടുമുട്ടുന്നു, പ്രണയിക്കുന്നു. പക്ഷെ അങ്ങനല്ല ഈ ഒരു സിനിമ ഐ.വി. ശശി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതെ, അതെന്ന് വെച്ചാൽ നായകനും നായികയും കണ്ടുമുട്ടുന്ന രംഗം എന്ന് പറയുന്നത് തന്നെ രണ്ട് ധ്രുവങ്ങളുള്ള വ്യക്തികൾ വരുന്ന ഒരു രംഗമാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിചാരിക്കത്തില്ല ഇവര് പ്രണയത്തിലാകുമോ എന്ന് പോലും. അതുപോലെ പുള്ളിക്കാരിയെ പ്രൊവോക്ക് ചെയ്യുന്ന മറ്റു പല സീനുകളും ഉണ്ട്. അതായത് ജപ്തി ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ തഹസിൽദാരും മറ്റും എത്തുന്ന രംഗത്ത് നെടുമുടി വേണുവിന്റെ ആ റോള്, അപ്പുണ്ണി മാഷിന്റെ ആ റോള്, ആ സമയത്ത് മംഗലശ്ശേരി തറവാട്ടില് നീലകണ്ഠനുമായിട്ടിരുന്ന് മദ്യപിച്ച് ഉടുമുണ്ട് അഴിഞ്ഞു പോയി നിൽക്കുന്ന രംഗമാണ് രേവതിയുടെ ക്യാരക്ടർ, ഭാനുമതിയുടെ ക്യാരക്ടർ അച്ഛനെ വിളിക്കാനായിട്ട് വരുമ്പോൾ കാണുന്നത്. അപ്പോ ആ പുള്ളിക്കാരി അത്രയും മുറിവേറ്റ ഒരു മനസ്സ് മോഹൻലാലിനെ പ്രണയിക്കുന്ന ആ ഒരു രീതിയിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വളരെ ഭംഗിയായിട്ടാണ് ആ സ്ക്രിപ്റ്റിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ട ഒരു അത്ര അപ്രീസിയേഷൻ കൊടുക്കേണ്ട ഒരു ഭാഗമാണത്. അതെ, അവതരിപ്പിക്കുന്ന രീതിയും എഴുതിയിരിക്കുന്ന രീതിയും ഇത്ര കൃത്യമായിട്ടാണ് ആ പോകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു നായികയും നായകനും എന്താ പറഞ്ഞാൽ ഇങ്ങനെ പ്രണയം ഉണ്ടാകുന്ന പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു രംഗമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മള് അപ്പുണ്ണി മാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് പറയേണ്ടെന്ന് പറഞ്ഞാൽ നെടുമുടി വേണുവിന്റെ ഒരു അഭിനയ രീതി ഒന്നും പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, ഇത്ര സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന എന്താ പറഞ്ഞ അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് നെടുമുടി വേണു എന്ന് പറയുന്നത്. അതായത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അത് ചില ഈ മറ്റേ അഭിനേതാക്കളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവര് വിട്ടുപിരിഞ്ഞു പോയാലും അവർ ശരിക്കും ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ്, സിനിമകളിലൂടെ ജീവിക്കുന്നു എന്നുള്ള എടുത്തു പറയേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നെടുമുടി വേണു ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അപ്പുണ്ണി മാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതെന്ത് പറഞ്ഞ് എഴുതി വെച്ച പോലെ അങ്ങനെ ഒരു അഭിനയിക്കുന്ന രീതി പോലും പറഞ്ഞില്ല. അതായത് ഈ ജപ്തി ചെയ്ത കാര്യം പറഞ്ഞപ്പോഴും മറ്റേ എനിക്കൊന്ന് അപ്പുണ്ണി മാഷ് കുറെ ഡയലോഗ് പറയുന്നുണ്ട് ആ ഒരു ഇടയ്ക്കൊരു ഭാഗത്ത്. അതായത് നിർവികാരമായിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് വിഷമം ഉള്ളിൽ ഒതുക്കി ഡാൻസ് ചെയ്യുന്നുണ്ട് സീനുണ്ട്. അത് കൃത്യമായിട്ട് എന്ന് വെച്ചാൽ നെടുമുടി വേണുവിന് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുണ്ണി മാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ഗംഭീര എന്ന് പറഞ്ഞ ഒരു പ്രസന്റേഷൻ ആ ഒരു സിനിമയിൽ ഉണ്ട്, അതും കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓർക്കുന്നുണ്ടോ നമ്മളെ ഈ എനിക്കൊന്ന് ഭാനുമതിയെ കല്യാണം കഴിക്കാനല്ലേ നമ്മുടെ ചിങ്ങാനിഫയുടെ ഒരു കഥാപാത്രം വരുന്നത്. അങ്ങനെ അവസാനം അത് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അനിയത്തിയെ കല്യാണം കഴിക്കും. അപ്പൊ അങ്ങനെ പൈസയൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ ഈ പുള്ളിക്കാരൻ ഇതെല്ലാം മറന്ന് തല മറന്ന് എണ്ണ തേക്കുക എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് വരുമ്പോൾ എനിക്കൊന്ന് മംഗലശ്ശേരി നീലകണ്ഠനെ ഒരു കളിയാക്കി തരുന്നില്ല, അങ്ങനെ ഒരു പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഭാനുമതിയുടെ ക്യാരക്ടറിന്റെ ഭാനുമതി ആ ഒരു അലിവ് തോന്നുന്ന ഒരു രീതിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. നമ്മളപ്പോഴും പലരെ കുറിച്ചും പറഞ്ഞു, പല ക്യാരക്ടറെ കുറിച്ചും പറഞ്ഞു, നമ്മളിപ്പോഴും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടില്ല. അതെ, അതായത് ശരി, അതെ, നമ്മൾ ഭാനുമതിയെ കുറിച്ച് എന്താ പറഞ്ഞ മംഗലശ്ശേരി നീലകണ്ഠന്റെ നെടുന്തൂണാന്ന് പറഞ്ഞത് പോലും അതൊരു എന്താ പറഞ്ഞ വലങ്കൈ എന്ന് പറഞ്ഞാലും ഇടങ്കൈയായിട്ട്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലങ്കൈയാന്ന് തന്നെ പറയണം. ആ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ പറയണം. അതെ, പിതാവിന്റെ സ്ഥാനം കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ അപ്പോഴത്തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എടോ വാര്യരെ എന്ന് പറഞ്ഞ ഒറ്റ പേരിൽ തന്നെ അതുണ്ട്. അതായത് അതും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഇന്നസെന്റ് ചേട്ടന്റെ ഒരു എന്താ പറഞ്ഞ ഒരിതൊന്നല്ല, ഏറ്റവും ഗംഭീരമായിട്ട് അത് ഒരു ചാറ്റ് ഷോക്കകത്ത് മോഹൻലാല് തന്നെ പുള്ളിക്കാരത്ത് ചോദിക്കുന്നുണ്ട്, പരിപാടിക്കകത്ത് ചോദിക്കുന്നുണ്ട്, ഇതുവരെ ചെയ്ത ക്യാരക്ടറുകളിൽ ഒട്ടും മറക്കാനാകാത്ത ക്യാരക്ടർ ഏതാണെന്ന് ചോദിക്കുമ്പോ പുള്ളി അത് പറയുന്നുണ്ട്, വാര്യരാണെന്ന്. ഇന്ന സിനിമയിൽ ഇന്ന ക്യാരക്ടർ എന്ന് പറയുന്നില്ല, അത് വാര്യരാണെന്ന് പുള്ളി അത് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് അതിനേക്കാൾ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ ഒരു ഇൻട്രൊഡക്ഷൻ
ഗംഭീര ഒരു ഇൻട്രൊഡക്ഷൻ. അതായത് എനിക്കൊന്ന് ശങ്കരാടി ആ വള്ളത്തെ ഇരുന്ന് പോകുമ്പോൾ അതായത് ഇവര് മറ്റേ കൊട്ടാൻ വേണ്ടി വരുമ്പോൾ എടുത്തു പറയുന്നത്, അതായത് നമ്മളിപ്പം ആ പഴയ മഹേന്ദ്ര ജീപ്പിന്റെ മുകളില് ഇരിക്കുന്ന ആ പഞ്ചപാണ്ഡവരൊക്കെ ഇരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ എടുത്തെടുത്ത് പറയുന്ന കണ്ട് ഇടത്തും തിരിഞ്ഞ് പറയുന്നത്. അപ്പൊ എനിക്കൊന്ന് ആ ഒരു 4 കഥാപാത്രങ്ങളോട് പറയണ്ടേ. അതായത് നമ്മള് വാര്യരിലേക്ക് വരാം, അതിനുമുമ്പ് ഈ നീലകണ്ഠന്റെ കുട്ടിപ്പട്ടാളം എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് അവിടെ പ്രസന്റ് ചെയ്യുന്ന 4 കഥാപാത്രങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്ന ഭരതനല്ലേ, മണിപ്പുള്ളി രാജുവിന്റെ ഭരതൻ. പിന്നെ ഹൈദ്രോസ് അഗസ്ത്യനാണ് ചെയ്തത്. പിന്നെ വന്നിട്ട് രാമു ഒരു കഥാപാത്രം ചെയ്തു, കുഞ്ഞനന്ദൻ. പിന്നെ അതുപോലെ ശ്രീരാമന്റെ ക്യാരക്ടറിന്റെ പേര് കൈമളെന്നോ അതോ കൈമളല്ല, കുറുപ്പ് എന്ന് പറഞ്ഞ കഥാപാത്രങ്ങൾ. അതായത് ശരിക്കും പറഞ്ഞാൽ നീലകണ്ഠന്റെ കാണിക്കുന്ന എല്ലാ തോന്നിയാസത്തിനും കുട പിടിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും പക്ഷെ എനിക്ക് തോന്നുന്നു നീലകണ്ഠൻ വീണ സമയത്ത് ഇവരൊന്നും അടിപതറിയ പോലെ മാറുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതെനിക്ക് ആ സമയത്താണ് വാര്യര് വന്ന് പറയുന്നത് എന്തിനാ വന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു രീതി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ വാര്യരെ പറ്റി പറയാനുണ്ട്, ഇന്നസെന്റ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഇതിനേക്കാളും ഒരു വെല്ലുന്ന രീതി അല്ല എങ്ങനെ ഇന്നസെന്റ് ആ ഒരു കഥാപാത്രത്തെ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് നമ്മൾ ഈ പലരും അതിൽ നിന്നും പ്രഗത്ഭനായിട്ടുള്ള പല നടന്മാരും ഇൻഡസ്ട്രിയിലും ഉണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടറിന് ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം തന്നെ പറയാം അത് ഇന്നസെന്റ് അല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അതെ, ആ കഥാപാത്രത്തിന് ജീവൻ കൊടുത്ത് കറക്റ്റ് കൃത്യമായിട്ട് ഇന്നസെന്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സത്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ആണെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് മറ്റൊരു വ്യക്തി പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ആ പെർഫോമൻസ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്കത് വിലയിരുത്താൻ പറ്റൂ. ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് നമുക്ക് ഒരിക്കലും ആ ക്യാരക്ടർ വേറൊരാൾ ചെയ്താൽ നന്നായിരിക്കും. ഐവിശേഷി മനഃപൂർവ്വം ആ റോള്, കാരണം തിലകനും മോഹൻലാലും കോംബോ ഗംഭീരമാണെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇന്നസെന്റിനെ അവിടെ പ്ലേസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നതാ ഞാൻ പറഞ്ഞോട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു, കൃത്യമായിരുന്നു, വര കൃത്യം വരച്ച പോലെ തന്നെ കൃത്യമായിട്ടാണ് ആ ഒരു വാര്യർ എന്ന് പറഞ്ഞത്. എനിക്ക് പക്ഷെ ചിലപ്പോൾ പറഞ്ഞത് നമ്മളിപ്പം ഈ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മംഗലശ്ശേരി നീലകണ്ഠൻ ഗംഭീരമായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഭാനുമതി ഗംഭീരമായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ വാര്യർ എന്ന് പറഞ്ഞ കഥാപാത്രം ഇവരും കൂടെ ഈ രണ്ടുപേരും ഒരു കോംബോ സീൻ ഉണ്ടല്ലോ, അതായത് ഈ മംഗലശ്ശേരി നീലകണ്ഠനും വാര്യരും വരുന്ന ആ കോംബോ സീനിൽ പോലും നമ്മുടെ വാര്യര് സ്കോർ ചെയ്യുന്നുണ്ട്, ഹൈ ആയിട്ട് തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. ഹാസ്യം പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, അത് മറ്റേ ഹാസ്യമായിട്ടല്ല പറയുന്നത്, വളരെ ഇന്നസെന്റിന്റെ റെഗുലർ ഹാസ്യം എന്നുള്ള രീതിയിലല്ല പുള്ളി അത് പ്രസന്റ് ചെയ്തേക്കുന്നത്. അതെ തീർത്തും ആ ക്യാരക്ടറിനോട് ഉള്ള ആ ഒരു ഉത്തരവാദിത്വം കറക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഹാസ്യമാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠനും തിരിച്ചു പറയുന്നുണ്ട്. പക്ഷെ പറയുന്നത് ഒരു സാധാരണ ഒരു ക്രിഞ്ച് കോമഡി അല്ല പറയുന്നത്. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ, ഇത്തിരി താമസം ഉണ്ടല്ലോ, മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്കുക. ഈയിടെ ആയിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പറഞ്ഞിട്ട് അവര് എനിക്കൊന്നൊരു പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് ഇവര് ചെയ്ത ഒരു ചേർച്ചയും ആ രീതിയും എല്ലാം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ ശരിക്കും പറഞ്ഞ ദേവാസുരം എന്ന് പറയുന്നത്. അതായത് മോഹൻലാലിന്റെ ഈ ദുർനടപ്പിനെ കുറിച്ച് എപ്പോഴും പുള്ളി വ്യാകുലപ്പെട്ട് മോഹൻലാലിനെ റിമൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വകവെക്കാതെ, അതായത് ചീട്ട് കളിക്കാനോ മറ്റെന്തോ ആവശ്യത്തിന് പണമില്ല എന്ന് പറയുമ്പോ കിഴക്കേ പറമ്പ് വിൽക്കാമെന്ന് പറഞ്ഞ ആ ലാഘവത്തോട് വിൽക്കുന്നതും അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു രംഗമുണ്ട്. അതായത് ഈ മോഹൻലാലിന്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് വീട്ടിലെ ജോലിക്കാരനായിട്ട് നിന്ന അതെ പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ പറയുന്ന വസ്തുവിന് വില വെക്കാനായിട്ട് വരുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു വേണമെങ്കിൽ ഞാൻ ഇത്ര കുറച്ച് കാശും കൂടെ കൂടുതൽ തരാം എന്ന് പറയുന്ന രംഗത്തിൽ മോഹൻലാലിനെ പ്രൊവോക്ഡ് ആയിട്ട് പറയുന്ന രംഗമുണ്ട്. പുള്ളിയെ തീർത്തും അങ്ങ് അധിക്ഷേപിച്ച് അവിടെ ഇറക്കി വിടുന്ന രംഗമാണ്. പോലും ഈ പറമ്പിന്റെ അപ്പുറത്ത് നിൽക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇന്നാണെങ്കിൽ എടുത്ത് പിള്ളേരെ ട്രോൾ ചെയ്യുന്ന രംഗമാണ്. അതെ, അപ്പൊ ആ വ്യക്തിക്ക് തന്നെ പിന്നെ ആ വസ്തു ഗതികേട് കൊണ്ട് വിൽക്കേണ്ടി വരുന്ന രംഗം. അതുകൊണ്ട് അത് ഈ കർമ്മയുടെ ഒരു എന്താ പറയുക കറക്റ്റ് ആയിട്ട് ഇന്നത്തെ ഈ സിനിമ ഐവി ശശി കൃത്യമായിട്ടാ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത രീതി, അതായത് മറ്റു സിനിമകളിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നായകനും നായികയും പ്രണയിക്കുമെന്ന് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സീനായിരുന്നു അത്. മോഹൻലാലിന്റെ ആ തുടക്കത്തിൽ ആ ഒരു മുരടൻ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്
സിനിമയുടെ പല ഓപ്പണിങ്ങിലും ഈ പറയുന്ന പോലെ കുത്തഴിഞ്ഞ ജീവിതം, മോഹൻലാൽ പെണ്ണുപിടിയനാണ്, കള്ളുകുടിയനാണ്, താന്തോന്നിയാണ്, അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയാണ്. അതല്ല ഇൻട്രോയിൽ തന്നെ പറയുന്നത്. നമ്മുടെ ഏഴിലക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗലശ്ശേരി നീലകണ്ഠന്റെ പേരിലാണ് നാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത്രയ്ക്കും കുപ്രസിദ്ധി ആ നാടിന് കുപ്രസിദ്ധി കൊടുത്ത ഒരു ക്യാരക്ടർ ആയിരിക്കുന്ന മോഹൻലാലിന് ഒരു പ്രണയം ഉണ്ടാകുന്നത് നമ്മൾ മൂവിയുടെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എക്സ്പെക്ട് പോലും ചെയ്യില്ല. അതെ, ആ ഒരു ക്യാരക്ടറിനെ അത്രയും താന്തോന്നിയായിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഡൗൺഫോള് എഴുതിയിരിക്കുന്നതും അത് പ്രസന്റ് ചെയ്തേക്കുന്ന മോഹൻലാലിന്റെ ആക്ടിങ്ങും പിന്നെ മോഹൻലാലിന് ഒരു പ്രണയം ഉണ്ടാകുകയും അതൊരു അഡ്മയർ ചെയ്യേണ്ട ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. നമ്മുടെ മേക്കിംഗ് നമ്മൾ എടുത്തു പറയാനാണ്. പിന്നെ അതെനിക്കൊന്ന് ഈ ഒരു സിനിമയെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ഈ ഒരു സിനിമയുടെ മ്യൂസിക്കും എടുത്തു പറയേണ്ട കാര്യമാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വരികളും എം.ജി. രാധാകൃഷ്ണൻ സാറിന്റെ സംഗീതവും. അതെ, അതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എസ്.പി. വെങ്കടേഷാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ തൊട്ടേ വരികൾ എഴുതുന്നതിൽ കൈതപ്പുറം ഒക്കെ മലയാളത്തിന്റെ വരികളൊക്കെ എഴുതുന്നതിൽ മറ്റേ നമ്മുടെ ഭാനുമതിയുടെ ആ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം ഭാനുമതി ഡാൻസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നീലകണ്ഠൻ തന്നെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് മധുരയിൽ ഒരു പുള്ളിക്കാരൻ വരുന്നൊരു സീനുണ്ടല്ലോ, മാസ്റ്റർ എന്തോ വന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ റോള് അത് നമ്മുടെ ബോളിവുഡിലെ പുള്ളിയുടെ പേര് ബോളിവുഡില്ല, നമ്മുടെ തമിഴ് സിനിമയിലെ തമിഴ് നമ്മുടെ തമിഴ് സിനിമയില്ല, ഡൽഹി ഗണേഷ് എന്ന് പറഞ്ഞ ഒരു കുട്ടി, അത് പുള്ളി ഇപ്പോഴും ഉണ്ട് സിനിമയിൽ. പുള്ളിക്കാരൻ വന്നിട്ട് ഭാനുമതിയെ അതായത് തിരിച്ചു കൊണ്ടുവന്ന എനിക്കൊന്ന് തിരുവാതിര കളിക്കുന്ന ഒരു സീൻ രംഗമുണ്ട്, അതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സംഗീതവും ആ പാട്ട് അടിപൊളി സംഗീതവും, അത് പ്രത്യേകിച്ച് ഈ സെമി ക്ലാസിക്കൽ ട്രാക്കുകൾ ആണ് കൂടുതലും രാധാകൃഷ്ണൻ സാറ് ചെയ്തേക്കുന്നത്. സെമി ക്ലാസിക്കൽ ട്രാക്കുകളാണ് പുള്ളി മെയിൻ ആയിട്ടും ചെയ്യുന്നത്. ഈ മൂവി എടുത്തു കഴിഞ്ഞാലും എല്ലാ ട്രാക്കുകളും സെമി ക്ലാസിക്കൽ ട്രാക്കുകളാണ്. തുടക്കം മറ്റേ നമ്മള് എനിക്കൊന്ന് മംഗലശ്ശേരി നീലകണ്ഠൻ അമ്പലത്തിൽ പോയിട്ട് പാട്ട് പാടുന്ന കീർത്തനം പോലെ കീർത്തനമാണ്, ഗംഗാധരംഗ അത് പക്ഷേ ലിപ്സിംഗ് ഭയങ്കര ഹൈലൈറ്റ് ആണ്. അതെ അതെ, അതിൽ ഈ ക്യാരക്ടറിന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പുള്ളി താന്തോന്നിയാണ്, തെമ്മാടിയാണ്, പെണ്ണുപിടി എല്ലാം ആണെന്നുണ്ടെങ്കിൽ പോലും പുള്ളി ഈ കല, സാഹിത്യം, ഈ കാര്യങ്ങളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുകയും നല്ല സംഗീതജ്ഞരെയും നല്ല നർത്തകരെയും എല്ലാം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലും കൂടെയാണ് അവരെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്തിട്ട് പൊന്നാട അണിയിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. അപ്പൊ ആ പുള്ളി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ മോഹൻലാൽ പറഞ്ഞ താന്തോന്നിയായിരിക്കും അങ്ങനെ എങ്ങനെയാന്ന് കേട്ടെന്ന് പറയുന്നത്. അവിടെ തന്നെ ആ കഥാപാത്രത്തിന്റെ ഡെപ്തും ഹൈപ്പും അത്രയും ഭയങ്കരമായിട്ടാണ് ആ മോഹൻലാലിന്റെ ക്യാരക്ടർ എഴുതിയേക്കുന്നത് ആ സിനിമയിൽ. അതെ അതെ. പക്ഷെ ഇത്ര നമ്മൾ പറഞ്ഞിട്ടും ഇതിനകത്തെ എന്താ പറഞ്ഞ പ്രതിനായകനെ നമ്മൾ പറഞ്ഞില്ല. അതെ, എടുത്തു പറയേണ്ട, അതായത് ഒരു നായകൻ ഉണ്ടെങ്കിൽ ഒരു പ്രതിനായകൻ വേണം. ആ പ്രതിനായകൻ അത്രത്തോളം ഹൈ ആയ മാത്രമേ നായകനും കട്ടക്ക് നിൽക്കുന്ന. അതും വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ പുള്ളി? നെപ്പോളിയൻ വേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ? പക്ഷെ ആ ഒരു സ്റ്റാർ കാസ്റ്റിനകത്ത് ഇങ്ങനെ ഒരു പുതിയൊരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. കാരണം ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നസെന്റിന് ഈ ഒരു ക്യാരക്ടർ കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം, അതുപോലെ തന്നെയാണ് ഈ നായകനെക്കാട്ടിലും പല രംഗങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യും പ്രതിനായകൻ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഈ ഒരു കാസ്റ്റ്, ഈ നെപ്പോളിയന്റെ കാസ്റ്റ് അതിനകത്ത് കൊണ്ടുവന്നത് അത് ചൂസ് ചെയ്യാനുണ്ടായ കോൺഫിഡൻസ്, അവർ കാണിച്ച കോൺഫിഡൻസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത്. ആ ക്യാരക്ടർ കോൺഫിഡൻസ് ഓക്കെയാണ് അദ്ദേഹം ചെയ്തു, പക്ഷെ അതിന് സൗണ്ട് കൊടുത്തത് ഷമീത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്യാരക്ടറിന്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് ഷമീത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് നെപ്പോളിയൻ അത് ആ ഒരു മലയാളം പറയുമ്പോഴും അത് ഷമീത്തിലും സൗണ്ട് കൊടുത്ത് പറയുമ്പോൾ അത്ര സിങ്ക് ഉണ്ട് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് തുടക്കം മുതൽ. അത് എന്തുമാത്രം എഫേർട്ട് ഉള്ളൊരു സംഗതിയാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതെ അതെ. കാരണം പണ്ട് കാലത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഈ സ്റ്റുഡിയോയില് ഇന്നത്തെ പോലെ അല്ലല്ലോ. അതെ. അപ്പം അതിന്റെ ഒരു മേക്കിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അത്രയ്ക്കും അതുപോലെ ഈ പറയുന്ന എന്താ പറയുക മുണ്ടക്കൽ ശേഖരന് കൊടുക്കുന്ന ഇൻട്രോയും ഗംഭീരമാണ്. ആ മറ്റേ അമ്മാവൻ മരിച്ചു കഴിഞ്ഞ ആ രംഗത്തില് എല്ലാരും കൂടെ കൂട്ടം കൂടി നിന്നിട്ട് വരുന്ന ഒരു സീനുണ്ട്. അത് വെച്ചാൽ എനിക്കൊന്ന് ആ കാലഘട്ടത്തിലൊക്കെ വില്ലൻ ഒരു ഗംഭീര ഇൻട്രോ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രേക്ഷകർ എത്രത്തോളം അതിനെ അംഗീകരിക്കും എന്ന് അറിയത്തില്ല. പക്ഷെ ഗംഭീര ഇൻട്രോ കൊടുത്തേക്കുന്നത് അത്രയും ഹൈപ്പ് അന്ന് അത്ര അക്സെപ്റ്റൻസ് ഈ മൂവിക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം പിന്നീട് രണ്ടാം ഭാഗമായിട്ട് രാവണപ്രഭു വന്ന ഒരു എന്താ പറയുക വേറൊരു സ്റ്റൈലിഷ് മോഡല് ഈ ഒരു സിനിമ ഫാൻ മൂവിയാണെന്ന് തന്നെ പറയാം. അത് രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്ത് അതിനെ ഗംഭീരമാക്കി ഒരു സിനിമ കൂടിയാണ്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മുണ്ടക്കൽ ശേഖരനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ജനാർദ്ദനന്റെ
അമ്മാവന്റെ കഥാപാത്രം കൂടെ പറയാനുള്ളൂ. പുള്ളിയാണല്ലോ തുടക്കം തൊട്ടേ ശരിക്കും പറഞ്ഞാൽ എന്താ മംഗലശ്ശേരി നീലകണ്ഠനെ പോയി പ്രൊവോക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ ജനാർദ്ദന്റെ കഥാപാത്രം മുണ്ടക്കൽ കുഞ്ഞികൃഷ്ണൻ എന്നാണ് അതിന്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. തുടക്കമുള്ള പല സീനുകളിലും പുള്ളിക്കാരൻ മദ്യപിച്ച് വന്നിട്ട് വെല്ലുവിളിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. മറ്റേ ആ മെയിൻ രംഗത്തല്ലേ എവിടെയാ മംഗലശ്ശേരി നീലകണ്ഠൻ ചോദിക്കും മറ്റേ തട്ടേന്ന് ഇറങ്ങി വന്നിട്ട് അതാണ് പട്ടി എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അത് പല മോഹൻലാൽ ഫാൻസിന്റെ ഇടയിലും ആ ഒരു രംഗം മോഹൻലാൽ ഇറങ്ങി വരുന്ന ഒരു രംഗം പലപ്പോഴും നമ്മൾ റീലുകളിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ തരംഗമായിട്ട് അത് മുണ്ട് ഒരു ബ്ലാക്ക് ഷർട്ട് ആണെന്ന് അല്ലേ? അത് ഓർക്കുന്നില്ല കൃത്യമായിട്ട്. ബ്ലാക്ക് ഷർട്ട് ആണെന്ന് തോന്നുന്നു. പക്ഷെ ആ മുണ്ട് എടുത്ത് വന്ന മുണ്ട് മടക്കി കുത്തി അതേ പട്ടി എന്ന് പറയുന്ന കൂടുതൽ എന്താ പറയുക കൂടുതൽ വലിയ വികസനം അങ്ങനെ വലിയ ഡയലോഗ് ജസ്റ്റ് ഒന്നുമില്ല. അതേടാ പട്ടി എന്ന് പറയുന്നുള്ളൂ. ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കുത്തി അടച്ചിട്ടൊന്നുമില്ല. അത് ഒരു മാസാണ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജനാർദ്ദന്റെ റോളിൽ ആ ഒരു റോളിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിനായകന്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. പിന്നെ അവിടെ പോയി ആ ഒരു കണ്ടിന്യൂസ് അതായത് തന്റെ സൈനിക സെക്കൻഡ് ഹാഫിന് ശേഷം മുണ്ടക്കൽ ശേഖരന്റെ ഒരു എന്താ പറയുക ഒരു അപ്രാമാദിത്യം എന്ന് തന്നെ പറയാം, ഒരു സുപ്രീം എന്ന് പറയാം. പക്ഷെ അതില് അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ പോയി ഏറ്റവും അവസാനം ക്ലൈമാക്സിനോട് അടുക്കുന്ന ഒരു രംഗത്തില് അതായത് നമ്മുടെ കൈ വെട്ടിയെടുക്കുന്ന ഒരു രംഗമുണ്ടല്ലോ അപ്പം ഭാനുമതി എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താ പറയുക മംഗലശ്ശേരി നീലകണ്ഠൻ മൗനം പാലിച്ച് പോയിട്ട് അത് ഈ ഇടയ്ക്കൊക്കെ എനിക്കൊന്ന് പോസ്റ്റിലൊക്കെ ആ ഒരു രംഗം വന്ന് ഭയങ്കര തരംഗമായിട്ടാണ്. അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ ഭാനുമതി വരുന്ന ഒരു രംഗമുണ്ട്, അയ്യോ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞൊരു രംഗമുണ്ട്. അപ്പം നമ്മുടെ മുണ്ടക്കൽ ശേഖരന്റെ മുഖത്ത് കാണുന്ന ഒരു ഭയമുണ്ട്, അത് കൃത്യം അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സത്യം പറഞ്ഞ അത് എനിക്കൊന്നും ചിലപ്പം പറഞ്ഞ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള രംഗമാണ്. പെട്ട എല്ലാവരുടെയും മൈൻഡ് പോകുന്നത് മോഹൻലാലിലോട്ടായിരിക്കും. പക്ഷെ അവിടെ നമ്മുടെ പറഞ്ഞ മംഗലശ്ശേരി നീലകണ്ഠന്റെ ആ ഒരു എന്താ പറയുക ഒരു പൗരുഷത്തിനുപരിയായിട്ട് നമ്മുടെ മുണ്ടക്കൽ ശേഖരന്റെ ഒരു ഭയം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് പുള്ളി. പക്ഷെ ഒരു പരിധി വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഹാഫ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിനെ പോലെ തന്നെ ഈക്വലി പവർഫുൾ ആയിട്ട് തന്നെയാണ് മുണ്ടക്കൽ ശേഖരനെയും അതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവസാനത്തെ രംഗം തന്നെ എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മോഹൻലാൽ മുണ്ടക്കൽ ശേഖരന്റെ കൈ വെട്ടിയെടുക്കുന്നത്. അപ്പൊ സർവേ ചെയ്യാൻ വേണ്ടി അത് ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ഇവർ രണ്ടുപേരും തങ്ങൾ കൊടുക്കുന്ന ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു മ്യൂച്വലി ഒരു ബാലൻസ് ഉണ്ട് ആ മൂവിയുടെ എൻഡ് വരെ നായകനും പ്രതിനായകനും തന്നെ. അതായത് മറ്റേ എന്താ പറഞ്ഞു വേണമെങ്കിൽ ആ വീണ് കിടക്കുന്ന രംഗത്തിൽ വേണമെങ്കിൽ നമുക്ക് മുണ്ടക്കൽ ശേഖരന് വന്ന് മംഗലശ്ശേരി നീലകണ്ഠൻ ഇല്ലായ്മ ചെയ്തു പോവാം. പക്ഷെ അദ്ദേഹം വെയിറ്റ് ചെയ്തു. ആ പറഞ്ഞ ഡയലോഗില്ലേ ഞാൻ അതായത് അടുത്ത ഉത്സവത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അതുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന രംഗമാണ്. അന്ന് അതൊരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു എന്നുള്ളത് അറിയില്ല, എനിക്കും തോന്നുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിലല്ല. പിന്നെ രഞ്ജിത്ത് തന്നെ ചിലപ്പോ ഒരു പക്ഷെ ചിന്തിച്ചെടുത്ത് വന്നായിരിക്കും. പക്ഷെ എനിക്കൊന്നും രാവണപ്രഭുവിൽ അത് പറയുന്നുണ്ട്. അതെ നമ്മൾ ഈ പറഞ്ഞ കാര്യം അവിടെ പറയുന്നുണ്ട്. അതെ ഞാനും നീല മറ്റേ ക്ലൈമാക്സിൽ രാവണപ്രഭുവിന്റെ ക്ലൈമാക്സിൽ പറയുന്നുണ്ടല്ലോ എനിക്കും നീലകണ്ഠനും അങ്ങനെ കൊല്ലാനാണെങ്കിൽ എന്നെ കൊല്ലാമായിരുന്നു എടുത്ത് പറയുന്നുണ്ട്. അതല്ലേ കൈ വെട്ടിയെടുക്കുന്നു പറയുന്നത്. അത് അവനുള്ളതുകൊണ്ടാ ഞാൻ ഉള്ളതെന്ന് കറക്റ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് അതിനകത്തുള്ളൊരു ആ സ്ക്രിപ്റ്റിന്റെ ഒരു ക്ലാസ് എന്ന് നമ്മൾ പറയേണ്ടത്, എടുത്ത് പറയേണ്ടത്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വിസിബിൾ ആകാൻ വേണ്ടിയായിരിക്കും ഈ രാവണപ്രഭുവിൽ ആ ഡയലോഗ് കൂട്ടിച്ചേർത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇല്ല വന്നേ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഏകദേശം എല്ലാ കഥാപാത്രങ്ങളെയും ദേവാസുരത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും പറഞ്ഞു തന്നെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് ആ ടൈമിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ഷാജി കൈലാസ് പിന്നെ നമ്മുടെ പുള്ളിക്കാരന്റെ പഞ്ച് ഡയലോഗ് സുരേഷ് ഗോപിയുടെ പഞ്ച് ഡയലോഗുകള് രഞ്ജി പണിക്കര്, അപ്പൊ ഇവരുടെയൊക്കെ ഒരു എറ എന്ന് തന്നെ പറയണം. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നാറാൻ തമ്പുരാൻ അതുപോലെ മമ്മൂട്ടിയുടെ തന്നെ ഇപ്പം ധ്രുവം വരുവാണെങ്കിൽ ധ്രുവം എടുക്കും പറയാം. അതുപോലെ തന്നെ കിങ് അത് വെച്ചാൽ ഫയർ ബ്രാൻഡ് ഇപ്പം സുരേഷ് ഗോപിയുടെ ഏകലവ്യൻ എടുക്കാം, അങ്ങനെ ക്രൈം ഫയൽ എടുക്കാം, പത്രം എടുക്കാം. അതായത് ഓരോരുത്തർക്കും ഓരോ ലെവലിലുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ഷാജി കൈലാസ് ഒരു കോമൺ ബ്രാൻഡ് ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ രഞ്ജിത്ത് എഴുതും അങ്ങനെ മാറി മറിഞ്ഞും വരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടം ഇപ്പൊ റീപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഒരു അക്സെപ്റ്റൻസ് കിട്ടുമെന്നുള്ളത് നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ പറഞ്ഞേ മറ്റേ ഇതില് രംഗം പറഞ്ഞില്ലേ ഏതാ നിന്റെ അച്ഛൻ അതിരുമാപ്പിള ഇവിടെ പോലും ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രോൾ ചെയ്യും. കാരണം നമ്മൾ സെപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സിനിമയില് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വേണ്ടിയിരുന്നു. അതിന് അന്ന് പ്രേക്ഷകർ കൈയടിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രേക്ഷകർ കൈയടിക്കണമെന്ന് നിർബന്ധമില്ല.
ഒരുപാട് രംഗങ്ങൾ ഇപ്പൊ നമ്മളത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർ അതിനെ എങ്ങനെ അതെ ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എങ്ങനെ എടുക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു അപ്പം എന്ന് പറഞ്ഞ ഒരു സുപ്രീം സീനിയേഴ്സ് വരുന്നു എന്നുള്ളത് പറയുന്ന ഒരു കുറച്ചുകൂടെ ട്രോളാവുന്നുണ്ട്. പക്ഷെ ആ സിനിമ അന്നും കൾട്ടാണ്, ഇന്നും കൾട്ടാണ്. അത് ഒരു 4K റീ റിലീസിന് പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ ആ ഒരു സിനിമ ഒരുപക്ഷെ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമ ഇന്നും അത് 4K റിലീസ് ചെയ്ത ഇതിനു മുമ്പ് മോഹൻലാലിന്റെ ആ 3 സിനിമകൾ കിട്ടിയ അപ്രിസിയേഷൻ അതേ ലെവലിൽ ഈ പറയുന്ന ദേവാസുരം ചിലപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും കേട്ടോ, അതിനൊക്കെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണ് ദേവാസുരം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ട് അവർ 4K റീ റിലീസ് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ അതുപോലത്തെ മൂവീസ് ഇനിയും ഉണ്ടാവണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ? അതുപോലത്തെ സിനിമകൾ ഉണ്ടാവണം നല്ല ആഗ്രഹമുണ്ട്. അതുപോലുള്ള റൈറ്റേഴ്സും വേണം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സിനിമകൾ വേണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ഒരു പ്രസന്റേഷൻ വൈ വി ശശി അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സിനിമകളുണ്ട്, എല്ലാം ഗംഭീരമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ മോഹൻലാലിനെ വെച്ച് എനിക്ക് മോഹൻലാലിനെ വെച്ച് മോഹൻലാൽ മമ്മൂട്ടി ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തു. ശരിക്കും മോഹൻലാലിനെ മമ്മൂട്ടി കോംബോയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത പോലും ഐ വി ശശിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള സിനിമയിൽ ഐ വി ശശി എന്ന് പറഞ്ഞ വ്യക്തിയുടെ സിനിമകളിൽ ഏറ്റവും ഒരു ഹൈക്ക് എന്ന് പറഞ്ഞ ക്ലാസ് ആയിട്ട് തോന്നുന്ന സിനിമയാണ് ദേവാസുരം. ചിലപ്പോൾ ഒരു പക്ഷേ ഒരാൾ ചോദിച്ചാൽ പോലും പെട്ടെന്ന് പറയുന്നത് ദേവാസുരം തന്നെ ആയിരിക്കും പെട്ടെന്ന് പറയുന്നത്. ധ്രുവവും വേറൊരു ക്ലാസ്, പക്ഷെ ധ്രുവം നമ്മുടെ ഇങ്ങരുടെ ആയിരുന്നു. ധ്രുവം എന്ന് പറഞ്ഞ സിനിമ ജോഷിയുടെ സിനിമയായിരുന്നു. അതെ, അപ്പൊ ധ്രുവത്തെ കുറിച്ച് പക്ഷെ നമുക്ക് വേറൊരു വീഡിയോ. എന്തായാലും ഈ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമ റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ഒരു സംവാദം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.